അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ ഒരു വചനം കണ്ടല്ലേ? ഇന്നലെ എന്ത് വചനം കണ്ടേ? സഭാപ്രസംഗി 7:29. അതൊന്ന് വായിച്ചേ. ഇന്നലെ വായിച്ചത് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പൊ ഈ സങ്കീർണത ഉണ്ടാക്കണില്ലേ ജീവിതത്തില് വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു. അതിന് സങ്കീർണത ഉണ്ടാക്കിയത് ആരാണ്? ദൈവമല്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കിച്ചായിരിക്കും. ജീവിതം സങ്കീർണമാകുന്നതിനോട് ദൈവം ഒരു വിമുഖതയുള്ള ആളാണ്. ജീവിതമേ, കാര്യം ജീവിതം ബേസിക്കായിട്ട് സങ്കീർണമല്ല, അത് ലളിതമാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളാണ് നമ്മുടെ ജീവിതത്തിനെ സങ്കീർണമാക്കിയെന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിൻ്റെ അല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്തു. അത് പറയല്ല, എൻ്റെതല്ലാത്ത പദ്ധതികൾ നിരൂപിച്ചവർക്ക് ദുരിതം വന്നു. എടുത്തേ യെശയ്യാ 30:1. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി. അതാണ് ജീവിതത്തെ സങ്കീർണമാക്കണം എന്ന് പറയുന്നത്. പാപം കുന്നുകൂട്ടി എന്ന് പറയുമ്പോൾ പാപം കുന്നുകൂട്ടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഓർക്കുക, അത് ദൈവത്തിൻ്റെ അല്ലെന്ന്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോരെ? വിവേചനമായിട്ട് പരിശുദ്ധാത്മാവ് ദാനം വേണോ? പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഈ ദുരിതം ഉണ്ടാക്കുകയും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് പാപങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ആ പദ്ധതി നമ്മളുണ്ടാക്കിയതാണ്. അത് സഭാപ്രസംഗം 7:29 പറയുന്ന പോലെ ദൈവം സലഹനായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടി കൊണ്ടാണ് ഈ പാപം കുന്നുകൂടിയതും ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഉണ്ടാക്കിയതും. അപ്പോൾ ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഒരു ബന്ധം, അത് വിവാഹബന്ധമായാലും മനസ്സമ്മതമായാലും നിനക്കിഷ്ടപ്പെട്ടാൽ നല്ല ചിന്തിക്കേണ്ടത് ദൈവത്തിൽ നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. കുറേയൊക്കെ നമ്മൾ പലവട്ടം പ്രാർത്ഥിക്കേണ്ടി വരും. പലവട്ടം അതിൻ്റെ ഓരോ വിശദാംശം കിട്ടാൻ വേണ്ടിയേ, വിശദാംശം കിട്ടാൻ വേണ്ടി പെറ്റ് സ്കാനിങ് ഉണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജനറൽ മെസ്സേജ് കിട്ടും, ഡീറ്റെയിൽ കിട്ടത്തില്ല. അപ്പോൾ പെറ്റ് സ്കാനിങ് പോലെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ആ വിഷയം പ്രാർത്ഥിച്ചു പോകണം. അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതൊക്കെ അന്വേഷിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവപദ്ധതി അറിയാത്ത അന്ധന്മാരായിട്ട് മാറും. അപ്പം അതെന്താ വിഷയം? അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഒരു വിഷയം വന്ന് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ചെയ്യണത്, ഇപ്പോൾ എനിക്കൊരു വിഷയം വന്നു, എനിക്കത് ഗെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ ദിവ്യകുർബാനെടുത്തിരിക്കും. എന്തിനാ അങ്ങനെ ഇരിക്കണത്? നമുക്കറിയാം അത് ആ ഇരിപ്പിന് കുറേ വചനങ്ങളുണ്ട്. കാര്യം
നിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ എവിടെ പോകും? പത്രോസ് ചോദിക്കണില്ലേ, നീ അല്ലാതെ ഞങ്ങൾ എവിടെ പോകും? പത്രോസിന്റെ വല്ലാത്ത ചോദ്യങ്ങൾ ഒരെണ്ണമാണത്. അടുത്ത അവസരം എടുത്ത് യോഹന്നാൻ 6:68 കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ നിന്റെ പക്കൽ നിന്ന് വരുന്ന വചനങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പൊ ടെമ്പററി സൊല്യൂഷൻ അല്ല അതിൻ്റെ അകത്ത് ഉള്ളത്, ഒരു പെർപ്പച്വൽ സൊല്യൂഷനാണ് വരാൻ പോണത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകുന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി, എല്ലാത്തിൻ്റെയും താക്കോലാണത്. നീ എപ്പോൾ നോക്കിയാലും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകണം. കുർബാന ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ കുർബാന കഴിഞ്ഞു കുറച്ച് നേരം കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഭയങ്കരമായൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 6:68 എൻ്റെ അർത്ഥം. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിത്യജീവൻ്റെ വചനങ്ങൾ ദൈവം നിനക്ക് മാത്രം തന്നിരിക്കുന്നത്. അത് ദിവ്യകുർബാനയുടെ വലിയ ടോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് വരണത്. പിതാക്കന്മാർ മരുഭവിച്ചു, മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തെ ജീവന് വേണ്ടി ഞങ്ങൾക്ക് അപ്പം എൻ്റെ ശരീരം തന്നെയാണ് എൻ്റെ ഭക്ഷിക്കുന്നതിലും ഞാൻ അവനെ ഭക്ഷിക്കുന്നു. സജീവനായ പിതാവിനെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്നു പറയുമ്പോൾ യഹൂദന്മാർ ശ്രോതാക്കൾ പറയും ഈ വചനം കഠിനമാണ്, ആർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ പോയി. അവരെ പിന്നെ ഒരിക്കലും കർത്താവിനോട് നടന്നിട്ടില്ല എന്ന് വചനം പറഞ്ഞിട്ട് പറയും. ഈശോ ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയുന്ന വാക്കാണ് 6:68 യോഹന്നാൻ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലോ. അതായത് നമ്മൾ ദിവ്യകുർബാന മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഒരു വചനമാണ് അവിടെ ഉള്ളത്. എന്താണ്? എന്തുകൊണ്ടാണ് നീ കുർബാന കഴിഞ്ഞിട്ടും വിട്ടുപോകാതെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നത്? അതിൻ്റെ വചനം 6:68. എന്താണ്? ഈ ഒരു പ്രതിസന്ധിയിൽ സന്ദേശം കിട്ടണില്ല, തീരുമാനമെടുക്കാൻ പറ്റണില്ല, എന്തിനൊന്നും അറിയത്തില്ല, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ കൂടെയാണല്ലോ. അപ്പം ദിവ്യകുർബാന ഈ വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ പല ദിവസം ഇരിക്കുമ്പോൾ കർത്താവ് മനസ്സിലാകും, ഇവനോട് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ പോകത്തില്ല, ഇവന് സീരിയസ് ആണെന്ന് മനസ്സിലാകും, ഇവള് സീരിയസ് ആണെന്ന് മനസ്സിലാകും. അങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ കൂടി ഈ സഹവാസം നമ്മളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ജോളി, ഞാൻ കല്ലൂരിൽ നിന്ന് വരുന്നു. 2022 ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളത്. 2023 ജനുവരി മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അമ്മ അപ്പച്ചനോട് പറയുമെന്ന് പറഞ്ഞു. എനിക്ക് ധൈര്യമില്ല പറയാൻ, വെച്ചാൽ ഒരുപാട് കടബാധ്യതകളുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഒരു മാസം കഴിഞ്ഞു, ഫെബ്രുവരി ആയിപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അപ്പച്ചനോട് പറയാണ്ട് രക്ഷയില്ല. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പം നീ എത്ര ദിവസം പറയാങ്ങെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, എങ്ങനെ പറയുക, കാശ് വേണ്ട നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കാശില്ലെങ്കിൽ നീ പറയാണ്ടിരുന്ന എന്താ ശരിയാവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വീട്ടിൽ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂലക്കൂരിൻ്റെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എനിക്ക് മരുന്ന് തന്നു. എന്നിട്ട് അത് കഴിച്ചിട്ടും യാതൊരു കുറവുണ്ടായില്ല. അപ്പോൾ പിന്നെ ബ്ലഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, എൻ്റെ മാതാവേ കാശും ഇല്ലല്ലോ ഞങ്ങൾക്ക്, ഞാൻ എന്ത് ചെയ്യും കർത്താവേ. എന്നിട്ട് ഞാൻ കണ്ട ഡോക്ടർ എനിക്ക് റെസിപ്റ്റ് തന്നു, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ക്യാൻസറിൻ്റെ നേരിയ ഒരു സൂചന കാട്ടണുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വീട്ടിൽ വന്ന് സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തിയൊക്കെ വന്നു. ഞങ്ങൾ 3 ആൾ പൊട്ടിക്കരഞ്ഞു. ആ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ പത്രം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ഒരു ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഇനി പേടിക്കില്ല.
അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ജോളി നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ ജോളിയെ. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്കത് കാരണം നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്കാൻ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ അനിയത്തിനെയും നാത്തൂനെയും ഡോക്ടർ വിളിച്ചു റൂമിലേക്ക്. അപ്പോൾ പറഞ്ഞു, പേഷ്യൻ്റ് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കരഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സൂചന കേട്ടിട്ട് എനിക്ക് ഇതാണെന്ന് തോന്നണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ശരിയാ ജോളിയ എന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റണില്ല. ഞാനപ്പോൾ ഞങ്ങൾക്കൊരു പച്ചക്കറി കടയാണ്. അവിടുന്ന് ചേട്ടനെ വിളിച്ച് രാത്രി എൻ്റെ മോനും കൂടി അനിയത്തിയുടെ വീട്ടിലേക്ക് വന്നു. 3 ആളും പൊട്ടിക്കരഞ്ഞു, കാശുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തുട്ടാ ചെയ്യുക? അപ്പം ഞാൻ അതിക്ക് മുന്നേ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും തരുമോ നിങ്ങളെന്ന്. അപ്പോൾ അവർ പറയും, ഇപ്പം കാശൊന്നുമില്ല ജോളിയാ, നിനക്ക് ഭാഗം വയ്ക്കുമ്പോൾ തരാമെന്ന് പറയും. അപ്പം ഞാൻ പറയും, അന്ന് ശരി എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ ദൈവമേ, ഇനിയിപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് തരുമോ ദൈവമേ എന്ന് ചോദിച്ചു. ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് അവരെ കൊണ്ട് കാശ് തരാൻ സമ്മതിച്ചു. 2.5 ലക്ഷം രൂപ തന്ന് എൻ്റെ ഓപ്പറേഷൻ നടത്തി. എല്ലാം ഭംഗിയായി നടന്നു. എൻ്റെ പെറ്റ് സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല, നിനക്ക് അത് നോർമലായി കണ്ടിട്ടുള്ളൂ, നിനക്ക് വേറൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പേടി, എൻ്റെ മുടി കൊഴിഞ്ഞു പോകുമെന്നാണ് എനിക്ക് പേടി അറിഞ്ഞത്. എനിക്ക് കടയിൽ പോകേണ്ടതാ. ഞാനപ്പോൾ എന്നും തലയിൽ തൈലം പുരട്ടും. കീമോ ചെയ്ത് വരുമ്പോൾ മുടി പതുക്കെ ഒന്ന് പിടിച്ച് വലിച്ചു നോക്കും, മുടി പോവാ മാതാവിൻ്റെ, എൻ്റെ മുടി പോവല്ലേ. എന്നിട്ട് ഞാൻ ഈ തൈലം തലയിൽ എന്നും പറ്റും. അപ്പോൾ എല്ലാവരും പറയും, ജോളിയാ നിൻ്റെ മുടിയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ ഈ അനുഗ്രഹത്തിന്, ഈ അനുഗ്രഹം എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത വേലയ്ക്ക് പോവും. പിന്നെ ഞാൻ ഈ ഭക്ഷണം കൊടുക്കാനായിട്ട് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം, കഴിഞ്ഞ കൊല്ലം എൻ്റെ മോള് എൻ്റെ വീട്ടിലേക്ക് ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓണത്തിന് അവൾ ഒരാഴ്ച നിന്ന് കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി. മോളൊരു അവളുടെ ആക്റ്റീവമ്മ അവൾ പോയി. ഞാൻ ഈ 2 കൊച്ചു മക്കളാണ് അവൾക്ക്, അവനും കൊണ്ട് ഞാൻ പോയി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഒരു ഉച്ച തിരിഞ്ഞാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവളുടെ സ്വർണ്ണമൊക്കെ ഊരി അവൾ ബാഗിൽ വെച്ചു. ആ ബാഗ് അവൾ വണ്ടിയുടെ ഉള്ളിലാണ് അവൾക്ക് കിട്ടുമെന്ന് ഓർമ്മ ഉണ്ടായത്. പക്ഷെ അവൾ വണ്ടിയുടെ ഉള്ളിലല്ല ഇട്ടെ, അവൾ ഓട്ടോറിക്ഷയിൽ വെച്ചു. അവൾ മറന്നു പെട്ടെന്ന് പോകേണ്ട തിരക്കിൽ. അപ്പോൾ ആ ബാഗ് ഈ വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ആ പിന്നിലത്തെ സിബിൽ അവൾ ഇത് വെച്ചു. അവളുടെ വിചാരം സ്വർണ്ണം അവളുടെ കയ്യിലാന്നാ. എന്നിട്ട് ഈ ബാഗിൻ്റെ ഉള്ളിൽ ഈ വണ്ടിയുടെ പിന്നിൽ വെച്ചപ്പോൾ വണ്ടി ഒരു ടേഡിങ്ങിൽ തിരിഞ്ഞു പോയപ്പോൾ ഈ ബാഗ് തെറിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിരുന്നു. അപ്പം മോള് എന്നെ വിളിച്ചു നോക്കണു, അമ്മ എൻ്റെ ബാഗ് പോയിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ നീ വണ്ടിയുടെ മുമ്പിൽ വെക്കുന്ന ബാഗ് നീ പോയത് അറിഞ്ഞില്ലേ മോളെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ആൾ പറഞ്ഞു, അല്ല അമ്മ, ഞാൻ മറന്നിട്ട് ഈ ഓട്ടോറിക്ഷയുടെ പിന്നിൽ വെച്ചു, ഡ്രസ്സുകൾ വെക്കുന്ന ബാഗിൻ്റെ കൂടെ ഞാനിത് വെച്ചു. പക്ഷെ ഇത് തെറിച്ചു പോയി, അമ്പലൂർ സെൻറ്ററിൽ വീണു ഈ ബാഗ്. അപ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടി. അപ്പോൾ ചില ആൾക്കാർ അത് കാലുകൊണ്ട് തോണ്ടിയെടുക്കാൻ നോക്കി. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർ അവർക്ക് കൊടുത്തില്ല, അത് ഞങ്ങൾ കൊടുത്തോളാമെന്നും പറഞ്ഞ് ആ ബാഗ് അവർ മേടിച്ചു വെച്ചു. എന്നിട്ട് അവർ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു അതിൽ. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ മാതാവേ, 6 പവൻ പോയിട്ട് 1/2 പവൻ മേടിക്കാൻ യോഗ്യതയില്ലാത്ത ഞങ്ങൾ ഇനി എങ്ങനെ അത് തിരിച്ചു കൊടുക്കും മാതാവേ എന്ന് ഞാൻ വിളിച്ചു. ആ ഓട്ടോറിക്ഷക്കാരൻ അവളുടെ ഭർത്താവിൻ്റെ ഡോക്ടറെ കാണിച്ച സ്ലിപ്പ് ഉണ്ടായിരുന്നു ബാഗിൻ്റെ ഉള്ളിൽ. ആ സ്ലിപ്പിൽ നമ്പർ നോക്കി അവൻ വിളിച്ചു. അപ്പോൾ അവൻ മോൾക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിട്ടാ. അപ്പോൾ മോൾക്ക് വിളിച്ചപ്പോൾ മോള് പറഞ്ഞു, അമ്മ ചേട്ടൻ വിളിച്ചു നോക്കണു, ആമ്പല്ലൂർ വെച്ചിട്ട് ഈ ബാഗ് കിട്ടിയിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം തന്നെ അപ്പം തന്നെ തിരിച്ചു വന്ന് ആ ബാഗ് ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ
എൻ്റെ അഞ്ചത്തിയുടെ മോൾക്ക് ഒരു കുട്ടി ഉണ്ടാവാണ്ട് 3 വർഷമായി അവർക്ക് കുട്ടികളില്ലാണ്ട്. അപ്പോൾ വീട്ടിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ ചീത്ത പറഞ്ഞു തുടങ്ങി. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളും പിള്ളേരുണ്ടായേനെ എന്ന് പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞ് അവിടെ തല്ലുകൂട്ടാൻ തുടങ്ങി. അപ്പം അവൾ എന്നോട് വന്ന് പറയും, ജോളി ഞാൻ എന്താ ചെയ്യുക, നീ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് ചെല്ല്, മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരും. അപ്പോൾ അവൾ പറഞ്ഞു, നീ സാക്ഷ്യം പറയുമോ ജോളിയെ? ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മ മാതാവ് നിനക്കൊരു കുഞ്ഞിനെ, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ കൊടുക്കും. അങ്ങനെ അമ്മ മാതാവ് അവളുടെ മകൾക്കൊരു പെൺകുഞ്ഞിനെ കൊടുത്ത് ഒരു സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല. യേശുവെ പരിശുദ്ധ കുന്തിരിക്കുമാരും 1000 നന്ദി. ತಂದೆಯೇ ಸ್ತೋತ್ರ, ಯೇಸುವೆ ಸ್ತೋತ್ರ, ಪವಿತ್ರಾತ್ಮರೇ ಸ್ತೋತ್ರ. ನನ್ನ ಹೆಸರು ಅಮಲಾ ಮೇರಿ ಅಂತ. ನಾನು ಬ್ಯಾಂಗ್ಳೂರಿಂದ ಬಂದಿದ್ದೀನಿ. ನಾನು ಕನ್ವೆನೆಂಟ್ ತೊಗೊಂಡು ಒಡಂಬಡಿಕೆ ತೊಗೊಂಡು 5ನೇ ತಾರೀಕು 2ನೇ ತಿಂಗಳು ಮತ್ತು 24ರಲ್ಲಿ ನಾನು ಒಡಂಬಡಿಕೆ ತೊಗೊಂಡೆ. ಈ ಒಡಂಬಡಿಕೆಗೆ ನಾನು ಬಂದಾಗ ಏನಿಲ್ಲಿ ಅದ್ಭುತ ಕಾರ್ಯಗಳು ಮಾಡ್ತಾಯಿದ್ದಾರೆ ತಾಯಿ ಅಂತ ನಾನು ನೋಡಿದೆ. ಹಾಗಾಗಿ ನಾನು ಒಡಂಬಡಿಕೆ ತೊಗೊಂಡು 3 ತಿಂಗಳ ನಂತರ ನಾನು ಇಲ್ಲಿ 2ನೇ ಸಲ ನಾನು ಬಂದು ಇಲ್ಲಿ ಸಾಕ್ಷಿ ಹೇಳೋದು ಏನಂದರೆ, ನನ್ನ ಮಗನಿಗೆ ಕಾಲೇಜಿಗೆ ಅಂದರೆ ಅವನು BCom IF ತೊಗೊಬೇಕಾಗಿತ್ತು ಸಬ್ಜೆಕ್ಟು. ಸೊ ಅವನು 76% ತೊಗೊಂಡಿರೋದ್ರಿಂದ ಆ ಒಂದು ಕಾಲೇಜಲ್ಲಿ ಸೀಟ್ ಸಿಕ್ಕಿರಲಿಲ್ಲ. ಸೊ ನಮಗೆ ಅದೇ ಕಾಲೇಜ್ ಬೇಕಾಗಿತ್ತು. ಸೊ ನಾವು ಕಾಲೇಜಲ್ಲಿ ಎಂಟ್ರಿ ಹೋಗ್ಬೇಕಾದ್ರೆ ಆ ಉಪ್ಪು ಮತ್ತು ಜೇನುತುಪ್ಪನೂ ಇಟ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ಆ ಉಪ್ಪು ನಾವು ಬಂದುಬಿಟ್ಟು ಆ ಕಾಲೇಜಿಗೆ ಸುತ್ತಲ ಒಂದು ಸ್ವಲ್ಪ ಕಡೆ ಹಾಕ್ಬಿಟ್ಟು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಒಳಗಡೆ ಹೋದ್ವಿ. ಒಂದು ಟೈಮ್ಗೆ ಹೋದಾಗ ಅಲ್ಲಿ ಅಡ್ಮಿಷನ್ ಇಲ್ಲ ಅಂತಂದರು. ಮತ್ತು 2ನೇ ಸಲಿನೂ ಹೋದ್ವಿ, ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಂಡು ಇಲ್ಲ ಅಂದರು. 3ನೇ ಸಲ ನಾವು ಕೇಳಿದ್ವಿ, ಇಲ್ಲ 3 ಸಲಿನೂ ನಾವು ಬಂದು ಕೇಳಿದ್ವಿ, ಯಾಕೆ ನೀವು ಅಡ್ಮಿಷನ್ ಇಲ್ಲ ಅಂತ ಹೇಳಿ ಮತ್ತೆ ಕರಿತಾ ಇದ್ದೀರಾ ಅಂದರೆ, ಅವ್ರು ಹೇಳಿದ್ರು, ಇಲ್ಲ ಯಾರು ನಿಮಗೆ ಹೇಳಿದ್ದು ಅಂತ ಕೇಳಿದ್ರು. ಹಾಗಾಗಿ ಅವರು ಒಂದು ಸಿಸ್ಟ್ರು ಕಾಲ್ ಮಾಡಿದರು, ಅಲ್ಲಿ ಟೀಚರು. ಅವ್ರು ಕಾಲ್ ಮಾಡಿದ ಕೂಡಲೇ ನಾವು ಅವ್ರಿಗೆ ಕಾಲ್ ಮಾಡಿದ್ವಿ, ನೋಡಿದ್ರೆ ಅವ್ರು ಅಲ್ಲಿ ಬಂದಿಲ್ಲ. ಸೊ ಆಮೇಲೆ ಇಟ್ಕೊಂಡು ಸರಿ ಆಯಿತು, ನೀವು ಹೋಗಿ HM ಹತ್ರ ಮಾತಾಡಿ ಅಂತಂದರು. ಸೊ ನಾವು HM ಹತ್ರ ಮಾತಾಡಿ ನನ್ನ ಮಗನಿಗೆ ಸೀಟ್ ಸಿಕ್ತು. ಅವನು ಏನು ಆಸೆ ಪಟ್ಟಿದ್ನೋ BCom IAF ಆ ಒಂದು ಈಗ ಕಾಲೇಜ್ಗೆ ಹೋಗ್ತಾ ಇದ್ದಾನೆ. ದೇವ್ರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರ ಹೇಳಬೇಕು. ಹಾಗಾಗಿ ಇನ್ನೊಂದು ಸಾಕ್ಷಿ ಬಂದುಬಿಟ್ಟು, ನಾನು ಒಂದು ಬಸ್ರಿ ಹೆಂಗಸು, ಹಿಂದೂ ಧರ್ಮದ ಸೇರಿದವಳು. ಗಂಡ ಹೆಂಡ್ತಿರು ತುಂಬ ಕಷ್ಟದಲ್ಲಿ ಅವರು ನಮ್ಮ ಮನೆ ಹತ್ರ ಬಂದರು. ಅವರು ಮಗು ತುಂಬಿದ ಬಸ್ರಿ 9 ತಿಂಗಳು ಬಸ್ರಿಯೋಕ್ಕೆ. ಆ ಮಗುವಿಗೆ ಹಾರ್ಟ್ ಅಟ್ಯಾಕ್ ಒಳಗಡೆ ಹಾರ್ಟ್ ಪ್ರಾಬ್ಲಮ್ ಇದೆ ಅಂತ ಹೇಳಿದ್ರು. ಆ ಬಸ್ರಿ ಪಾಪ ಅಳ್ತಾ ನನ್ನ ಹತ್ರ ಹೇಳೋದ್ರಿಂದ ನಾನು ಏನು ಮಾಡಿದೆ, ತಾಯಿದು ಆ ಜೇನುತುಪ್ಪನೂ ಮತ್ತು ಉಪ್ಪನ್ನು ಆ ಎಣ್ಣೆ ಬಂದುಬಿಟ್ಟು ಹೊಟ್ಟೆಗೆ ಸರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ವಿಶ್ವಾಸದ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಏನಿದೆಯೋ ಪ್ರಾರ್ಥನೆಗಳನ್ನ ನಾನು ಮಾಡಿ ಉಪ್ಪು ಎಣ್ಣೆ ಮತ್ತು ಅದು ಜೇನುತುಪ್ಪ ಅವ್ರ ಫ್ಯಾಮ್ಲಿಗೆ ನಾನು ಕೊಟ್ಟೆ. ಮಗು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸುರಕ್ಷಿತವಾಗಿ ಆರೋಗ್ಯವಾಗಿ ಮಗು ಡೆಲಿವರಿ ಆಯಿತು. ಹಾಗಾಗಿ ದೇವರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಮತ್ತು ನಮ್ಮ ನಾವು JMJ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ ಅಂತ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ಆ ಟ್ರಸ್ಟು ಮಾಡಬೇಕಾದ್ರೆ ತುಂಬ ಕಷ್ಟದಲ್ಲಿ ಸಾಲಗಳಲ್ಲಿ ಇದ್ವಿ. ಸಾಲಗಳೆಲ್ಲ ದೇವ್ರುಗಳು ಬಿಡುಗಡೆ ಮಾಡ್ತಾಯಿದ್ದಾರೆ. ಮತ್ತು ನಮ್ಮದು ಅಮೆಂಡ್ಮೆಂಟನ್ನು ನಾನು ಬೇಡ್ಕೊಂಡಿದ್ದೆ. ಅಮೆಂಡ್ಮೆಂಟು ತಿಂಗಳಲ್ಲಿ ಜೂನಲ್ಲಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಅಮೆಂಡ್ಮೆಂಟ್ ಆಯಿತು. ಮತ್ತು ಈಗ ನಾವು ಇಲ್ಲಿ ದೇವಸ್ಥಾನಕ್ಕೆ ಮನೆಗೆ ಹೋಗೋ ಕೂಡಲೇ 8ನೇ ತಾರೀಕು ಅಲ್ಲಿ ಪೂಜೆ ಮಾಡಬೇಕು ಅಂತ ನನಗೆ ಸುದ್ದಿ ಬಂತು. ಸೊ ತಾಯಿಗೆ ನಾನು ಕೋಟಿ ಸ್ತೋತ್ರ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಥ್ಯಾಂಕ್ ಯು ಅಮ್ಮ ಕೃಪಾಸನಂ ತಾಯಿಗೆ. ಸ್ತೋತ್ರ ತಂದೆ ಸ್ತೋತ್ರ ತಾಯಿ. ಮತ್ತು ನಮ್ಮದು ಓಲ್ಡ್ ಏಜ್ ಹೋಮಲ್ಲಿ ನಾನು ಸೇವೆ ಅಂದರೆ ನಮ್ಮದೇ ಓಲ್ಡ್ ಏಜ್ ಹೋಮ್ ಇದೆ. ಆ ಓಲ್ಡ್ ಏಜ್ ಹೋಮಲ್ಲಿ ಯಾರಿಗಾದರೆ ವಯಸ್ಸಾದವರಿಗೆ ತೊಂದರೆಗಳಿತ್ತಂದರೆ ಎಣ್ಣೆಗಳು ಉಪ್ಪು ಅವರಿಗೆ ನಾನು ಅವರಿಗೆ ಪ್ರಾರ್ಥನೆ ಹೇಳಿ ಆ ಎಣ್ಣೆ ಉಪ್ಪನ್ನ ಕೊಟ್ಟಾಗ ಅವರಿಗೆ ನೋವುಗಳು ಎಷ್ಟೋ ಗುಣವಾಗಿದೆ. ಮತ್ತು ಎಷ್ಟೋ ಕುಟುಂಬಗಳಲ್ಲೂ ತುಂಬ ಕಷ್ಟದಲ್ಲಿ ಇರೋ ಕುಟುಂಬಗಳಿಗೂ ಹೋಗ್ತೀನಿ. ಆ ಎಣ್ಣೆನ ಸವರಿಸಿ ಆ ಶಿಲ್ಬೆ ಗುರುತು ಹಾಕಿ ಅಮ್ಮನ ಪ್ರಾರ್ಥನೆ ಹೇಳಿ ಉಪ್ಪನ್ನು ಮತ್ತು ಆ ಒಂದು ಜೇನುತುಪ್ಪನ ಅವರಿಗೆ ಕೊಟ್ಟು ಬರ್ತೀನಿ. ಎಷ್ಟೋ ರೋಗಿಗಳು ಅವ್ರ ಮನೆ കുടുംബಗಳನ್ನು സരിയാಗಿದೆ. അമ്മಗೆ കോടി സ്തോത്ര ഞാൻ ಹೇಳ್ತಾ ഇದ್ದೀನಿ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. ആദ്യമായി ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും ഈ പരിശുദ്ധാത്മാവിനും കോടായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ അത് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ പറയുന്നത് 2023 ജൂൺ 11
ഞാൻ നിയോഗം വന്ന് എടുത്തിരുന്നു, ഉടമ്പടി എടുത്തിരുന്നു. അതിൽ ഒരു നിയോഗം വെച്ചിരുന്നു. എൻ്റെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസിൻ്റെ ഇഷ്യൂസ്, ചെറിയൊരു ഇഷ്യൂസ് ആയിരുന്നു. അതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു ഇഷ്യൂസ് വന്നതുകൊണ്ട് അവിടുന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റിൻ്റെത് റിജക്ഷൻ വന്നു. ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിന് ശേഷം ഞാൻ മെയിൽ അയക്കുമ്പോഴും എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം കാശിരൂപം അതിൽ തൊട്ടുകൊണ്ടാണ് മെയിൽ അയച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത് കിട്ടുമെന്ന് എന്നെ കരുതിയില്ല. എനിക്ക് 100% എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അത് റിജക്റ്റായി വന്നത് ഒരു ദുബായ് ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് തിരിച്ച് ഇത് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് ജൂലൈ മാസം 2024 എൻ്റെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് ക്ലിയറായി കിട്ടി. അതിന് എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതിന് കോടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. രണ്ടാമതായത്, എനിക്ക് ജോബ് ഇല്ലാത്തത് കൊണ്ട്, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു 4 വീലറിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന്. എനിക്ക് ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്. പക്ഷേ ഞാൻ ക്ലാസ് കുറച്ച് അറ്റൻഡ് ചെയ്ത് കൊണ്ട് എന്നെ 3 മാസം ഇടയ്ക്ക് ഇറഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. രണ്ടും കൽപ്പിച്ചു. മാതാവിൽ വിശ്വസിച്ച് ഉടമ്പടി എടുത്ത നിയോഗപ്രകാരം ഞാൻ അതിൽ വെച്ചിരുന്നു. ഞാൻ ഡേറ്റ് എടുത്തു. ഫസ്റ്റ് ചാൻസിൽ തന്നെ 4 വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അത് പ്രകാരം മാതാവ് ഈശോയും എനിക്കത് സാധിച്ചു തന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി കിട്ടി. അതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ അമ്മയും വന്നു ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾ 2 പേരും ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 6 വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ടുണ്ട്. റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നു. അത് സർജറി 4 പ്രാവശ്യം ചെയ്തു. വീണ്ടും ഉണ്ടായിരുന്നു. 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിരുന്നു, ഇനി ഒരു സർജറി കൂടാതെ തന്നെ ഈ ഒരു കിഡ്നി സ്റ്റോണ് പൂർണ്ണമായി മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു, നിയോഗത്തിൽ വെച്ചിരുന്നു. അതോടൊപ്പം ഉടമ്പടി തൈലം ആ വയറിൽ പുരട്ടുകയും അതോടൊപ്പം ഇവിടുന്ന് തന്ന ഹണി ഉപയോഗിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം 3 ഡ്രോപ്സ് വെച്ച് കഴിക്കുകയും അതോടൊപ്പം അത് ഇവിടുന്ന് തന്ന കൃപാസനത്തിലെ സാൾട്ട് ആഹാരത്തിൽ ഇട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഡെയിലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും യൂട്യൂബിലെ അച്ഛൻ്റെ പ്രാർത്ഥനകളും കേട്ടു പ്രാർത്ഥിച്ചിരുന്നു. 13ാമത്തെ ദിവസം ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് 13ാമത്തെ ദിവസം അമ്മയ്ക്ക് ലെഫ്റ്റ് സൈഡ് അബ്ഡോമിനിൽ ഒരു പെയിൻ ഉണ്ടായി. അപ്പോൾ തന്നെ ആ കല്ല് പൊട്ടി പുറത്തു പോയി, ബ്ലീഡിങ് ആയിട്ട് പോയി. അതിനുശേഷം ഇതുവരെ സർജറിയോ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ആ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായി മാറ്റി കിട്ടി. ഒരു മെഡിസിനും കൂടാതെ തന്നെ ഈ ഒരു അമ്മയുടെ അനുഗ്രഹത്താൽ. അതിന് ഞാൻ ഈ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം ബാക്കിയുള്ള നിയോഗങ്ങളും അമ്മ സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും നന്ദി. ഈ ഇവിടുന്ന് തന്നുവിട്ട പത്രങ്ങളെല്ലാം ഞാൻ പൊതുവേദികളിലും എല്ലാം കൊടുക്കുമായിരുന്നു. അതുപോലെ എന്നാൽ കഴിയുന്ന നിയോഗപ്രകാരം അന്നദാനങ്ങൾ അനാഥാലയത്തിലും പൊതുവേദികളിലും കൊടുക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഈ ആഹാരത്തിൽ ഈ ഇവിടുന്ന് തന്നുവിട്ട ഉപ്പ് വിതറിയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവം അതോടൊപ്പം മാതാവും ഈശോയും എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇതും മുന്നോട്ടും അമ്മ എന്നെ സഹായിക്കുമെന്ന് അമ്മയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നന്ദി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടി നന്ദി. പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രത്തോളം നന്ദി പറയുന്നു.